നമുക്ക് ആദ്യം തന്നെ ഒരു ആദ്യത്തെ സുരേഷിലേക്ക് പോകാം. കാരണം പ്രതിസന്ധിയെ വലിയ തോതിൽ സംഗീതം കൊണ്ട് മറികടന്ന ഒരു പ്രത്യേകതയാണ് ആദ്യത്തെ സുരേഷിനെ കുറിച്ച് എടുത്തു പറയേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു യുവജന സംഗമത്തെ കാണുന്നത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം മുമ്പ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം യുവജനങ്ങൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ CM-ആയിട്ട് ഫേസ് ടു ഫേസ് പറയാൻ സാധിക്കുമല്ലോ. അപ്പോൾ അത് വളരെ നല്ലൊരു ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയായിട്ട് കണക്കാക്കുന്നു. ഇതിലൊരു പാർട്ടിസിപ്പേഷൻ കാരണം എല്ലാ മേഖലയിൽ നിന്നുള്ളവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മേഖലയിൽ നിന്നുള്ളവരെ പ്രത്യേകം എന്നുള്ളതല്ല, എല്ലാ മേഖലയിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അറിഞ്ഞ് ആ രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? വളരെ നല്ലൊരു ആശയമാണ്. കാരണം എല്ലാവരും യുണീക്സ് ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും അവരുടെ അടുത്തുള്ള ഓൺ ടാലൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാലൻസിനെ നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് പറയുന്നത്. എന്താണ് ഇന്നിപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് CM-നോട് എന്താണ് പ്രത്യേകിച്ച് പറയാൻ പോകുന്നത്? എനിക്ക് പറയണമെന്നുണ്ട്, ഞാനിങ്ങനെ ആലോചിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സംഗീതം കൊണ്ടാണ് ഈ പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് വന്നത്. അപ്പോൾ ഒരു നമ്മളെയും ആ ഒരു വഴിയിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് സംഗീതം എന്നുള്ളതാണല്ലോ ഒരു ലോകം. ആ ഒരു ലോകത്തെ എങ്ങനെയാണ് കാണുന്നത്? ആ ഒരു ലോകത്തെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച സംഗീതമാണ്. എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് എനിക്ക് ഒരു എയിമിലെത്താൻ സാധിച്ചത് സംഗീതത്തിലൂടെയാണ്. അപ്പോൾ സംഗീതം എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ്.